രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ പുതിയ നിയമനങ്ങളുടെ വേഗത കുറയ്ക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ എന്നിവയുടെ കടന്നുകയറ്റമാണ് ഈ വലിയ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. ബാങ്ക് ജോലി സ്വപ്നം കാണുന്നവർക്ക് ഇത് വെല്ലുവിളിയായിരിക്കുകയാണ്. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ SBIയിൽ 10,661 നിയമനങ്ങൾ നടന്ന സ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് വെറും 1,770 മാത്രമായിരുന്നു. HDFC ബാങ്ക് 2023-24 സാമ്പത്തിക വർഷത്തിൽ 89,115 പേരെ നിയമിച്ചെടുത്ത് കഴിഞ്ഞ വർഷം 49,713 ആയി കുറഞ്ഞു. ICICI, ആക്സിസ്, കോട്ടക് ബാങ്കുകളിലും ജീവനക്കാരുടെ എണ്ണത്തിൽ സമാനമായ കുറവ് പ്രകടമാണ്. വായ്പകൾ അനുവദിക്കുന്ന പ്രക്രിയ മെഷീനുകൾ വേഗത്തിലാക്കിയതും കസ്റ്റമർ സർവീസിനായി AI ചാറ്റ് ബോട്ടുകൾ വന്നതും മനുഷ്യപ്രയത്നം ലാഭിക്കാൻ ബാങ്കുകളെ സഹായിക്കുന്നു. അക്കൗണ്ട് തുടങ്ങുന്നതും KYC നടപടികളും ഡിജിറ്റലായതോടെ ഫ്രണ്ട് ഓഫീസ് ജോലികളും കുറഞ്ഞു. ബാങ്ക് ശാഖകൾ വർദ്ധിക്കുമ്പോഴും സാങ്കേതികവിദ്യയുടെ സഹായത്താൽ കുറഞ്ഞ ജീവനക്കാരെ വെച്ച് അവ പ്രവർത്തിപ്പിക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഇനി വരാനിരിക്കുന്നത് മാസ് നിയമനങ്ങളുടെ കാലമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാറുന്ന സാങ്കേതിക ലോകത്തിനൊപ്പം സ്വയം സജ്ജരാകേണ്ട സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. അതിനാൽ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർ ഡാറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, റിസ്ക് മാനേജ്മെന്റ് തുടങ്ങിയ സാങ്കേതിക മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബാങ്കുകളിലെ AI കടന്നുകയറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സാങ്കേതികവിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നത് ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.